റഹീസ് റഷീദ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനി ഈ ഒപ്പുവെച്ച സാഹചര്യത്തിൽ 336 സ്കൂളുകളിലും NEP അഥവാ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പോൾ NEP 336 സ്കൂളുകളിൽ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിന്റെ പരോക്ഷമായിട്ടുള്ളൊരു കാര്യം. പ്രത്യക്ഷത്തിൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനം CPI ഒരിക്കൽ കൂടി വല്യേട്ടനായി എന്നുള്ളൊരു വിമർശനം, CPM ഒരിക്കൽ കൂടി വല്യേട്ടനായി എന്നൊരു വിമർശനം CPIയുടെ ഭാഗത്തുനിന്നുണ്ടാവാനുള്ള സാധ്യതയില്ലേ? ഉറപ്പായും ആ വിമർശനം ഉണ്ടാകും എന്ന് മാത്രമല്ല അരുൺ, ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് ഇനി ഇവിടെ സംസ്ഥാനത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നതാണ്. പ്രത്യേകിച്ച് NEPയുടെ പ്രധാന പ്രശ്നമായി ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായി ഉന്നയിക്കുന്ന പ്രശ്നം സംഘപരിവാർ അജണ്ടകളും ആശയങ്ങളും കുത്തിനിറക്കുന്ന സിലബസുകൾ വരുന്നു. അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേന്ദ്ര സർക്കാർ കാണുന്നത് എന്ന രാഷ്ട്രീയ വിമർശനം ദേശീയ തലത്തിൽ CPM അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുക്കാറുണ്ട്. MA ബേബി ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർക്കുന്നുണ്ടാകും. ഇവിടെ ഒപ്പിട്ടാൽ പോലും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാകില്ല കേരളമെന്ന് CPIMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നത് അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ MA ബേബി അങ്ങനെ പറയുമ്പോഴും ഇതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി നമ്മൾ വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനകത്തെ പ്രശ്നം നമുക്ക് സിലബസിലോ കരിക്കുലത്തിലോ കേരളത്തിന് പ്രത്യേകമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതാണ്. CPI അതിനെ എതിർക്കുന്നതും അതുകൊണ്ടാണ്. അവർ ഇതൊരു 1466 കോടി രൂപയുടെ ഒരു പ്രശ്നമായി, വെറും സാമ്പത്തിക പ്രശ്നമായല്ല CPI തുടക്കം മുതൽ ഇതിനെ കണ്ടത്. ഇത് സംഘപരിവാർ അജണ്ടകൾ കുത്തിവെക്കാനുള്ള, അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗമായി ദേശീയ വിദ്യാഭ്യാസ നയത്തെ കാണുമ്പോൾ അതിന് കേരളം പോലുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനം അതിൽ ചട്ടുകമാകരുത് എന്നതായിരുന്നു CPI ഉയർത്തിക്കൊണ്ടുവന്ന വിമർശനങ്ങളിൽ ഏറ്റവും കാതൽ. രണ്ടാമതായി അവർ പറഞ്ഞത് PM ശ്രീ എന്ന പേര്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം എന്നിവ ഈ സ്കൂളുകളിൽ വെക്കേണ്ടി വരും. അത് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന ഒരു ഡാമേജ് എത്രത്തോളമാണെന്ന് CPI നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അവർ 2 തവണ മന്ത്രിസഭയിൽ ഇത് അജണ്ടയായി വന്നപ്പോൾ പാർട്ടിയിൽ ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന നിലപാട് എടുത്തത്. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് വന്നപ്പോൾ ഇന്നലെ രാവിലെ ആണെങ്കിൽ പനിയായിട്ട് വീട്ടിൽ കിടക്കുന്ന ബിനോയ് വിശ്വം 4 മന്ത്രിമാരെയും വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം പറയണം എന്ന് പറഞ്ഞതാണ്. CPI സംബന്ധിച്ച് അരുൺകുമാർ ഒന്ന് ഓർത്തു നോക്കണം, അവർ എത്ര വലിയ നാണക്കേടിലാണ്, അപമാനത്തിലാണ്. പ്രധാനപ്പെട്ട കാര്യം ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളിൽ ആദ്യത്തേത് LDFൽ ഇതെങ്ങനെയാണ് ഇനി CPM അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കാത്തിരുന്ന് കാണാം. പ്രിയ പ്രേക്ഷകരെ, നമുക്കൊരു ചെറിയ ഇടവേള വേണം.